യെസ് മക്കളെ, അപ്പൊ നമ്മള് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ കുറെ ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട്, കോയിൻസിഡന്റ് ലൈൻസ് ഉണ്ട്, പാരലൽ ലൈൻസ് ഉണ്ട് അല്ലെ. ഈ ലൈൻസിന്റെ പ്രോപ്പർട്ടീസും ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അപ്ലൈഡ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന വേർഡ് പ്രോബ്ലംസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി കുറേ വേർഡ് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഒന്നും സാറ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി റിവിഷൻ ടൈമിലൊക്കെ നമ്മൾ ചെയ്യും, വീണ്ടും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇൻ ടെക്സ്റ്റിൽ NCERT നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന്റെ ബേസിക് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ആദ്യം ബേസിക് ഒന്ന് സാർ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, വേഗം നമുക്ക് ഓർമ്മപ്പെടുത്തണം കേട്ടോ. നിങ്ങൾ തന്നെ പറയണേ സാറിന് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താ, ആരാ പറഞ്ഞിരുന്നേ സാറിന്? വേഗം ആവട്ടെ, വേഗം വേഗം പറഞ്ഞോ. ചൈതന്യ പറയുമോനെ. Very good, very good. A1 by A2 not equal to B1 by B2. And what is A1 and B1? ഇതൊക്കെ എന്താ? മ്യൂട്ട് ചെയ്താ? കുഴപ്പമില്ല കുഴപ്പമില്ല. Equations ഉണ്ടാവും അല്ലെ, pair of equations ഉണ്ടാവും. And A1 A2 are the coefficients of x of two equations, and B1 B2 are the coefficient of y അല്ലെ. Very good. C1 C2 are the constant terms. അപ്പൊ നമ്മൾ രണ്ട് equations സാർ ഇതാണ് കേട്ടോ മക്കളെ. A1x plus B1y plus C1 is equal to 0. Then A2x plus B2y plus C2 is equal to 0 എന്ന് സാറ് രണ്ട് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ അതിൽ എക്സിന്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള A1 A2ന്റെയും റേഷ്യോ എടുത്തു സാർ, A1 by A2. ദെൻ വൈയുടെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള B1ന്റെയും B2ന്റെയും റേഷ്യോ എടുക്കുകയാണ് B1 by B2. അവർ തമ്മിൽ ആ റേഷ്യോസ് ഈക്വൽ അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പറയാം ദോസ് ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്താണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെന്താണ് മക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു പോയിന്റ് ആണ് ആ രണ്ട് ലൈൻസും കൂടിയും സൊല്യൂഷൻ ആയിട്ട് വരുന്ന, ആ രണ്ട് ലൈൻസിന്റെയും സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് എന്തുണ്ടാവും, അവിടെ യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. ഇന്റർസെക്റ്റിംഗ് ലൈൻസിന് എന്തുണ്ടാവും, യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആരാ പറഞ്ഞുതരാ വരുന്നത് സാറിന്? കോയിൻസിഡന്റ് ലൈൻസ് എന്താ? യെസ്, പിക്ക് ചെയ്തോ. വേദ് കൃഷ്ണ പറയുമോനെ. ഓക്കെ, വെരി ഗുഡ്. എന്താ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മേ ബി നമ്മൾ ഒരു ലൈനിന്റെ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ആൻഡ് അഗെയിൻ സെക്കൻഡ് ലൈനിന്റെയും സാർ എന്ത് ചെയ്യാണ്, വീണ്ടും പോയിന്റ് ഒക്കെ പ്ലോട്ട് ചെയ്ത് വരച്ചു. വരയ്ക്കുമ്പോൾ സാർ എന്താ കിട്ടുന്നത്, ഈ ലൈനിന്റെ മുകളിൽ ഒരു ലൈൻ അല്ലേ, വീണ്ടും ആ സെയിം ലൈൻ തന്നെ കിട്ടും അല്ലേടാ, ശരിയല്ലേ അല്ലേ? യെസ്. അപ്പോൾ ആദ്യം സാർ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ, ഒരു ലൈനിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ, പിന്നെ എന്താണ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ഏതൊരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ രണ്ട് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ എങ്ങനെയൊക്കെ ഗ്രാഫ്സുകൾ വരാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരാം, അല്ലെങ്കിൽ നമ്മൾ എന്താ രണ്ടാമത്തെ ലൈനിന്റെ വരയ്ക്കുമ്പോൾ സാറിന് ഇതിന് മുകളിൽ കൂടെ തന്നെ വീണ്ടും എന്താണ് ആ ലൈൻ വന്നേക്കാം മേ ബി. അതിനെയാണ് നമ്മൾ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. Then those are considered same lines. അവർ രണ്ടും സെയിം ലൈൻസ് തന്നെയാണ് പറയുക കേട്ടോ. ഓക്കെ, ഇനി കോയിൻസിഡന്റ് ലൈൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ്, അത് പിക്ക് ചെയ്തു ആരാ വരുന്നത്? സെറ. പാരലൽ ലൈൻസ് ആണ്. അതിനു മുമ്പ് സെറ സാറിന് പറഞ്ഞു തരേണ്ടത് ഈ കോയിൻസിഡന്റ് ലൈൻസിന്റെ സൊല്യൂഷൻ പറഞ്ഞെന്ന്. സൊല്യൂഷൻ വെരി ഗുഡ്, വെരി. സെറിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ അല്ലേ സാറേ? ലീവ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ആബ്സെന്റ് ആവുന്നുണ്ട്. ഇല്ലല്ലേ, ഓക്കെ ഓക്കെ ശരി. വരാത്തതാണെന്നല്ലേ. ഓക്കെ ഓക്കെ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഒരാളെ പിക്ക് ചെയ്ത് സാറേ, ലാസ്റ്റ് വൺ. ഏബൽ പറയുമോനെ. പിക്മി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിക്മി പറയ്. പാരലൽ ലൈൻസ് പറയടാ. Very good. A1 by A2 is equal to B1 by B2 not equal to C1 by C2 അല്ലേ? അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയുന്ന ലൈൻസ് തന്നെയാണ്. They never intersect each other. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, whenever the two lines intersect or make a common point between them, then only there exist solutions. That are the examples here, intersecting and coincident. Intersecting coincidence മാത്രമാണ് രണ്ട് ലൈൻസുകൾ നമ്മൾ ടച്ച് ചെയ്തു പോകുന്നത്. ആ ടച്ച് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, സൊല്യൂഷൻസ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ ഒരൊറ്റ പോയിന്റ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് യൂണിക്.
അല്ലെ. ഇവിടെയാണെങ്കിൽ there are many solutions since they touch അല്ലെ infinitely at many points, then here they never intersect, they never touch അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തില്ല മക്കളെ, no solution. ഇവിടെ എന്തില്ല, solution ഇല്ല. വെരി ഗുഡ്. ഇനി സാറിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, what are consistent lines and what are inconsistent lines? അതെന്താ പറഞ്ഞേ സാറിന്? യെസ്, ആരാണ് ഉഷാറായിട്ട് എനിക്ക്? യെസ്, ജാൻവി പറയും മോനെ, പറയടാ. ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, അതായത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്താ, ഇൻകൺസിസ്റ്റന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ മെയിൻ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ സൊല്യൂഷൻ വെച്ച് പറയാ. എന്താ മക്കളെ, സൊല്യൂഷൻ ഉള്ള ആൾക്കാര് കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ലാത്ത ആളുകള് ഇൻകൺസിസ്റ്റന്റ്. അപ്പോ ഇവൻ മാത്രമല്ലേ ഇൻകൺസിസ്റ്റന്റ് ഉള്ളൂ? ശരിയാണ്, നല്ലൊരു ആയി കാണിച്ചേ. ഇവൻ മാത്രല്ലേ? യെസ്, അതായത് ഇവനാണ് എന്തില്ലാത്തത്, സൊല്യൂഷൻ ഇല്ലാത്തത്. സോ ദിസ് ഈസ് ഇൻകൺസിസ്റ്റന്റ് ആൻഡ് ദീസ് ടു ആർ consistent because they have solution. Other maybe one ആവാം or one or more ആവാം. Anyway both are consistent pair of linear equations. അപ്പോൾ ഇതിലൊരു ഡൗട്ടും ഇല്ല, ഇത് തിയറി ആണ്, ഓൾറെഡി സാറ് പഠിപ്പിച്ചാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കാം കേട്ടോ. യെസ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് k for which the pair of equations, നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, has a unique solution. എന്താണ് അതിന്? യൂണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ യൂണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റാൻഡംലി പിക്ക് ചെയ്തോ സാറേ. രാധിക പറയും മോനെ. യൂണിക്, ഇപ്പൊ തന്നെയാണ് സാർ വീണ്ടും പറഞ്ഞു കേട്ടാ, രാധികയ്ക്ക് ഞാൻ ഇമ്പോസിഷൻ തരും, പറഞ്ഞില്ല പറഞ്ഞു. യൂണിക് സൊല്യൂഷൻ, യൂണിക് സൊല്യൂഷൻ എന്താണ് പറയടാ. ഏത് ലൈൻസിനാണ് യൂണിക് സൊല്യൂഷൻ വരുന്നത് രാധിക? ഓക്കെ, വെരി ഗുഡ്. ഇന്റർസെക്റ്റിംഗ് ലൈൻസിനാണ് യൂണിക് സൊല്യൂഷൻ വരുന്നത്. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ പറയൂ. a1/a2 പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്. a1/a2 not equal to b1/b2. അപ്പൊ ശ്രദ്ധിക്കാം മക്കളെ. അപ്പൊ സാർ ഏതാണ് കേട്ടോ, സിൻസ് they given that അല്ലെ, since the pair of linear equations has a unique solution. സാർ എന്താ പറയാം, യൂണിക് സൊല്യൂഷൻ ആയതുകൊണ്ട് എന്താണ് സാറിന് പറയാം, a1/a2 not equal to b1/b2. a1/a2 not equal to b1/b2. Then what is a1, what is a2, b1, b2? പിക്ക് ചെയ്തോ സാറേ. ഷോൺ പറഞ്ഞ മോനെ, എന്താണ് a1 ന്റെ വാല്യൂ പറയടാ. a1 is k, x ന്റെ കോഎഫിഷ്യന്റ്, a2 is 3. വെരി ഗുഡ്. ഇനി ഇവിടെ 2/6. അപ്പൊ k യുടെ വാല്യൂ എന്താ വരാ, നോട്ട് ഈക്വൽ ടു 2/6. കട്ട് ഷോർട്ട് ചെയ്തൂടെടാ ഷോണെ. അപ്പൊ നമുക്ക് 1/3 ആവും. പറയും. അപ്പൊ k നോട്ട് ഈക്വൽ ടു എന്ത് വയ്യ, നോട്ട് ഈക്വൽ ടു 1/3. അതല്ല ഞാൻ എന്തൊക്കെയാ നീ പറയണേ. ഞാൻ ചോദിക്കണതേ കേടെ ഇവിടെ എന്താ നമുക്ക് കിട്ടാന്ന്, k/3 നോട്ട് ഈക്വൽ ടു 1/3 വരെ മനസ്സിലായ? മ്യൂട്ട് ചെയ്തോ. ഇതുവരെയും എല്ലാവർക്കും മനസ്സിലായി ഒന്ന് ആയി കാണിച്ച സാറിന്. k/3 നോട്ട് ഈക്വൽ ടു 1/3 എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി സാറിന്റെ ചോദ്യം k നോട്ട് ഈക്വൽ ടു എത്രയാണ്? അത് പറഞ്ഞാൽ ആരാ വരുന്നത്? k നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? യെസ് പറയും. നിങ്ങളാണ്. ആരാണ്? ഏഞ്ചലോ പറയും മോനെ. എടാ ഇതിന് k നോട്ട് ഈക്വൽ ടു എന്താ ഏഞ്ചലോ? ചിന്തിക്കുന്നില്ല നിങ്ങള്? വേറെ ആരാ നോക്കട്ടെ. ആഷ്ലിൻ. യെസ്, കം ഓൺ ആഷ്ലിൻ. 1. എങ്ങനെയാ ആഷ്ലിന് 1 കിട്ടിയേ? പറയ് കേക്കട്ടെ. 3 വെട്ടിക്കളയാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഫ്രാക്ഷൻസ് അപ്പുറം കിടക്കുമ്പോൾ 3 വെട്ടിക്കളയാം ഒരേപോലെ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ നല്ലൊരു ഹായ് കാണിച്ചു സാറിന്. നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രാഷിൽ സാർ ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാ. റെഗുലറിൽ പിന്നെയും സാർ അത് ഡിഫൈൻ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്യാം, വൺ ഓഫ് ദി മെത്തേഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിവേ ദേ മക്കളെ 1/3 ഇവിടെ കിടക്കുന്ന 3 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് മൾട്ടിപ്ലൈ അല്ലേ ആവുന്നേ? ശരിയല്ലേടാ? ഡിവിഷൻ അല്ലേ? അപ്പൊ എനിവേ ആഫ്റ്റർ ദാറ്റ് വിൽ ക്യാൻസൽ. അപ്പൊ ദാറ്റ് ഈസ് k നോട്ട് ഈക്വൽ ടു 1. അത് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ സ്മാർട്ട് വർക്ക്. അതൊരു സ്മാർട്ട് വർക്ക് ആണ്. അപ്പൊ k നോട്ട് ഈക്വൽ ടു 1.
നമുക്ക് എന്താ കിട്ടി k not equal to 1. ബട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? they ask to find the values of k. that means we need to find the values of k. instead of that we got k not equal to 1. what make that sense? നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ സംഭവം k യുടെ വാല്യൂ ആണ് അവർ ചോദിച്ചത്, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന k not equal to 1. പറയും എന്താണ് നിങ്ങളെന്ന് ആലോചിച്ചിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും? അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരേണ്ടത്. യെസ്, എനിബഡി? ആൽവിൻ പറയുവാനെ. ആൽവിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? അതർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂവിന് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണ്ടേ? അതായത് എന്ത് വാല്യൂ, അങ്ങനെ ഒരു ചോദ്യം വരില്ലേ അവിടെ? അതായത് സാറ് ചോദിക്കുന്നത് ഇപ്പൊ കേക്ക് ഇപ്പം എടാ നമ്മൾ ഈ കെ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്ന ആൽവിനെ? എവിടെ കിടക്കുന്ന? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ആളാണ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് നടക്കുന്ന അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് നടക്കുന്ന ഈ കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ ഒരു പ്രത്യേകതരം നമ്പേഴ്സാ. അത് ഏത് നമ്പേഴ്സാ? അതുകൂടിയും പറഞ്ഞാൽ നല്ലതാണ്. കാരണം എനി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു വാല്യൂ അല്ലേ? √-2 ഇതൊരു വാല്യൂ അല്ലേ? അത് എടുക്കാൻ പറ്റുമോ? കേക്ക് ഇൻറ്റീജർ അല്ല, ഇൻറ്റീജർ അല്ല, ഇൻറ്റീജർ അല്ല, ഇൻറ്റീജർ അല്ല, ഇൻറ്റീജർ അല്ല. ഓൾറെഡി പറഞ്ഞിട്ടില്ലേ ax plus by plus c is equal to 0. ഇതാണ് നമ്മൾ എന്ത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻടു വേരിയബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇതിൽ വേർ a b c r എന്താന്ന് പഠിപ്പിച്ചേ? ആരാ ദേ ഇവിടെ ഹായ് കാണിക്കുന്നുണ്ട് കേട്ടാ. അശ്വിൻ എന്താ പോനെ? a b c r ഇപ്പൊ ആൽവിനെ ഓൺ കിട്ടി അല്ലേ? അശ്വിൻ റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, വെരി ഗുഡ്, റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോ എഴുതുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ വരട്ടെ എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അത് എനി വാല്യൂ ഇതുകൊണ്ട് തെറ്റൊന്നും ഇടില്ലോട്ടോ ടീച്ചർ. കെ ക്യാൻ നിങ്ങളുടെ റിയൽ വാല്യൂസ് അല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പൊ കെ ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂസ്, കെ ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂസ് അതർ ദാൻ അല്ല എക്സെപ്റ്റ് 1. അതർ ദാൻ 1. ഓക്കെ, അപ്പൊ 1 അല്ലാതെ നമുക്ക് വേറെ ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. 1 എടുക്കാൻ പറ്റില്ല. എനി റിയൽ വാല്യൂസ്, എനി വാല്യൂസിന് പകരം റിയലിനും കൂടി ഒന്ന് അഡപ്പ് ചെയ്തോട്ടാ. പറഞ്ഞുള്ളൂ, ഇവിടെ എഴുതിയില്ല. റിയൽ വാല്യൂസ്. ഇനി ഒരു കാര്യം കൂടി സാർ പറയട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ k 1 എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കി പോണം കേട്ടോ. അതായത് ഇവിടെ 1 എടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ നോക്കാം, k യുടെ വാല്യൂ 1 എടുക്കുകയായിരുന്നെങ്കിൽ 1/3 is equal to 2/6 എന്ന് വന്നാനെ. അപ്പൊ ഈ 2/6 ഓൾറെഡി 1/3 ആ. അപ്പൊ എന്തായി? a1/a2 ഈക്വൽ ടു b1/b2 ആയി. ഇനി c1/c2 നോക്കി കഴിഞ്ഞാൽ 3/10 ആയി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അല്ല. ഇത് ഏത് ലൈൻസാ മക്കളെ? a1/a2 ഈക്വൽ ടു b1/b2 ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു c1/c2. ഇത് ഏത് ലൈൻസാ? ഇത് പാരലൽ ലൈൻസ് ആണ് കേട്ടോ. ഇതെന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവണം, അതേപോലെ അത് ഇന്റർസെക്റ്റിംഗ് ആവണമെങ്കിൽ കേക്ക് ഒരു വാല്യൂ അവിടെ എടുക്കാൻ പാടില്ല. ഒരു വാല്യൂ, ആ പെർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ പോരാ, ഇതും കൂടി എഴുതണം, ഈ സെന്റൻസും കൂടി എഴുതണം കേട്ടോ. യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ചിന്മയി ചോദിക്കും മോനെ. അല്ല, കെ ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കുക ചിന്മയി. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കെ കൊടുക്കാം. കാരണം എന്തുകൊണ്ടാ? അവിടെ നമുക്കത് രണ്ടും a1/a2 b1/b2 ഈക്വൽ ആവില്ല. പക്ഷെ ഒരാൾ ഒഴിച്ച്, അതാരാ? 1 കൊടുക്കാൻ പറ്റില്ല. അതല്ലേ സാർ കാണിച്ചത്? 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് യൂണിക് സൊല്യൂഷൻ അല്ല, അത് പാരലൽ ലൈൻസ് ഒക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ മേ ബി ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻ ആവാം. എഴുതിക്കോട്ടാ. ഓക്കെ, നെക്സ്റ്റ് ആയിഷ ചോദിക്കും മോനെ. k 0 ആവാം, എന്താ പ്രശ്നം? k 0 ആയാൽ എന്താ പ്രശ്നം? രണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്നുള്ളത് k 0 ആയി കഴിഞ്ഞാൽ അല്ല, നമ്മള് ഈ എയും ബിയും 0 ആവാൻ പാടില്ല എന്നുള്ള ഓൾറെഡി അറിയാലോ. അത് നമ്മൾ നോക്കണ്ട. അത് നമ്മളെ മറ്റേ ഇതില് നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ അല്ലേ പഠിക്കുന്നത്. അപ്പൊ 1 വേരിയബിൾ ആയി മാറും. 1 വേരിയബിൾ ആക്കണ്ട, അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അത് ഇനി റിയൽ വാല്യൂ എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല, എങ്ങനെ ഇരിക്കോട്ടെ. 0 ഓൾറെഡി നമുക്ക് എടുക്കുന്നില്ല ഇതില് കേട്ടോ. അപ്പൊ അത് വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ആയിഷ ചോദിക്കും. 1 വേരിയബിൾ അല്ല 2 വേരിയബിൾ ആണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ നമ്മള്. ഓക്കെ,
ഇല്ല, അതെങ്ങനെ ഈക്വൽ ആയേ? k/3 3/10 ഈക്വൽ ആവാൻ കാരണം എന്താ? ഇവിടെ ഇന്റർസെക്റ്റിംഗ് എന്നല്ലേ പറയണേ, യൂണിക് സൊല്യൂഷൻ അല്ലേ പറയണേ, അപ്പൊ പിന്നെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. യൂണിക് സൊല്യൂഷനിൽ ഈ ഫസ്റ്റ് 2 റേഷ്യോസ് അല്ലേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് കല്യാണി. റിയൽ നമ്പേഴ്സിനകത്ത് ഹോൾ നമ്പേഴ്സ് വരുന്നുണ്ട്. സീറോന്റെ ആണോ ചോദിക്കുന്നത്? അല്ലല്ല, എല്ലാ റിയൽ നമ്പേഴ്സ് അല്ല. സീറോന്റെ ഡൗട്ട് ആണെങ്കിൽ സാർ ക്ലിയർ ചെയ്ത് തരാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നോക്കാം, ഇപ്പൊ എക്സ് പ്ലസ് വൈ, kx പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3. അടുത്ത ഏതാ? 3x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 10. ഇപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ k 0 ആയി കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് സെൻസ് 0x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 എന്നല്ലേ? അല്ലേ? ആക്ച്വലി ദിസ് ടേം ഈസ് നോട്ട് ഹിയർ. 0 into x means 0 itself. But anyway 0x എഴുതിയോണ്ട് കുഴപ്പമുണ്ടോ? You can imagine that there is a term that exists like 0x എന്ന് ഇമേജിൻ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? 3x plus 6y is equal to 10. Now also if you take a1 by a2 you got 0 by 3, that is 0. b1 by b2 you will get 1 by 6, and these two fractions, I mean the ratios are not equal, therefore it is a unique solution. K can take 0, k 0 ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, 0x ഇമേജിൻ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സാറ് പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. എയും ബിയും ഒരുമിച്ച് 0 ആവാൻ പാടില്ലേ, കാരണം അത് സൊല്യൂഷനേ ഇല്ലാതായി പോകും എക്സും. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ഒരു കേസിൽ k 0 ആയതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇമേജിൻ ചെയ്താൽ മതി 0x എന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതാ, എനി റിയൽ വാല്യൂ എടുക്കാൻ പറ്റും എക്സെപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയ ആള് ഒഴിച്ചിട്ട്. For what values of p will the following system of equations has no solution? നമുക്ക് അവിടെ എന്താണ് no solution എന്നാണ് പറയുന്നത്. no solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരാളെ റാൻഡംലി പിക്ക് ചെയ്ത് സാറേ പറയാൻ നോക്കട്ടെ. റെയ്ഹാൻ പറയും മോനെ. ഈ നോ സൊല്യൂഷൻ നമ്മൾ ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ കോയിൻസിഡന്റോ പാരലൽനോ പൊതുവേ ബോർഡിൽ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെയല്ല കാണാം. അതിന് പകരം അവരെ ഫീച്ചേഴ്സ്, ഐ മീൻ അവരുടെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയാം. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? യൂണിക് സൊല്യൂഷൻ. ഇപ്പൊ എന്താ പറയുന്നത്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലൈൻസിലാണ് മോനെ? ഓക്കെ, വെരി ഗുഡ്. പാരലൽ ലൈൻസിന്റെ കണ്ടീഷൻ പറയൂ, റേഷ്യോ ഉണ്ട് പറയൂ. ഓക്കെ, ഓക്കെ, C1 by C2. വെരി ഗുഡ്, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം മക്കളെ, ശ്രദ്ധിക്കുക. സിൻസ് ദ പെയർ ഓഫ് ഇക്വേഷൻസ് ആസ് എന്താണ്? സിൻസ് പെയർ ഓഫ് ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നോ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a1 by a2 is equal to b1 by b2 not equal to c1 by c2 എന്നാണ് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിക്ക് ചെയ്തോ സാർ, റാൻഡംലി പിക്ക് ചെയ്തോ, എല്ലാരും ചെയ്തോളൂ കേട്ടോ. ആൻസർ കിട്ടിയ ചാപ്റ്ററിനെ ആരാണ്? വേദ പറയുമോനെ a1 by a2ന്റെ വാല്യൂ. a1ന്റെ വാല്യൂ എന്താ? വെരി ഗുഡ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a1, that is 2p minus 1 whole divided by a2ന്റെ വാല്യൂ എന്താ? എന്താണ്? y അല്ല, y ആണോ എടുക്കുക? y ഒരിക്കലും എക്സും y ഒക്കെ എടുക്കോ? കോഎഫിഷ്യന്റ് അല്ലേ എടുക്കുക? 1. ഓക്കെ മക്കളെ, 1 ആണോ? തംസ് അപ്പ് ഓർ ഡൗൺ? 1 ആണോ? തംസ് അപ്പ് ഓർ ഡൗൺ? എന്താ കാണിക്കുന്നത് സാറേ? ഡൗൺ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിക്ക് ചെയ്തേ. യെസ്. എന്താ മക്കളെ 1 ആവാതിരിക്കാനുള്ള കാരണം? 1 ആണോ? ഗോകുൽ എന്താണ് കാരണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ സാറിന്. Yeah, very good. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഇക്വേഷൻ that is in the form of a1x plus b1y plus c1 is equal to 0. The next equation in the form of a2x plus b2y plus c2 is equal to 0. That means always the x ന്റെ ടേം ആണ് ഫസ്റ്റ് കിടക്കേണ്ടത്, y യുടെ ടേം ആണ് സെക്കൻഡ് കിടക്കേണ്ടത്, പിന്നെ കോൺസ്റ്റന്റ് ടേം. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് 2p minus 1 that is a1 by a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 ആണ്.
that is equal to b1 by b2 എന്ന് പറയുന്ന y-യുടെ കോഎഫിഷ്യന്റ് റേഷ്യോസ് ആണ്. മേ ബി അവർ നമ്മൾക്ക് ഇങ്ങനെ മിക്സ് ഇതായിട്ട് തരും കേട്ടോ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുക, ഒന്നില്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് എഴുതാം കേട്ടോ. ഇനി y-യുടെ കോഎഫിഷ്യന്റ് p-1 ആണ്. ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ y-യുടെ കോഎഫിഷ്യന്റ് that is 1 which is not equal to, anyway ഇത് നമുക്ക് ആവശ്യമില്ല, since we need to find the value of p satisfying this. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആവശ്യമില്ല, not equal to. While equating this to നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ p യുടെ വാല്യൂ കണ്ടുപിടിക്കാം. വേഗാവട്ടെ, ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ സാറേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ചോദിക്കുക കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻസർ വേണ്ട, ഇപ്പൊ ആൻസർ പറയണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചിന്മയ്, യെസ് ചിന്മയ്, എന്ത് പറ്റിയടാ? കോയിൻസിഡന്റ് ലൈൻസിൽ നമുക്ക് ചെയ്യാം കേട്ടോ, ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻ ചെയ്യാം. അപ്പൊ സാർ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവിടെ കോയിൻസിഡന്റ് ലൈൻസ് ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻ ഒക്കെ വരുമ്പോൾ ഇവിടെ ഈക്വൽ ടു ആണ്. അപ്പൊ യു ക്യാൻ ചൂസ് എനി ടു. ഇത് രണ്ട് ചൂസ് എനി ടു അല്ല, 3 ചോയ്സസ് ഉണ്ട് അവിടെ. യു ക്യാൻ ചൂസ് ദിസ് ടു, അല്ലെങ്കിൽ ദിസ് ടു, അല്ലെങ്കിൽ ഇത് ഫസ്റ്റും ലാസ്റ്റും. ഏത് ഇക്വേറ്റ് ചെയ്താലും യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് k സെയിം. അല്ല അത് കുഴപ്പമുണ്ട്, കാരണം k യുടെ വാല്യൂ എങ്ങനെ കിട്ടാ? k or p whether it is a constant വാല്യൂ എങ്ങനെ കിട്ടാ? അല്ല സാറ് ചോദിക്കുന്ന പോയിന്റ് മനസ്സിലാവണില്ല ഇപ്പോഴും. സി നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ k യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു എന്നല്ലേ കിട്ടാ? ക്ലിയർ? ഓക്കെ ഓക്കെ, അതാ ചോദിക്കുന്നത് കേട്ടോ. ലാബിൻ ചോദിക്കും മോനെ, ലാബിൻ ചോദിക്ക് വേഗാവട്ടെ. ലാബിൻ എന്താ? p യുടെ വാല്യൂ 2 ആണോ? ഐ ഡോണ്ട് നോ, ഞാൻ ചോദിക്കട്ടെ മക്കളെ. p യുടെ വാല്യൂ 2 കിട്ടി. ഒരു നല്ലൊരു ഹായ് കാണിച്ച സാറിന്. p യുടെ വാല്യൂ 2 എന്നാണ് ലാബിൻ പറയുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. കല്യാണി ഒന്നും കിട്ടിയില്ലേ? എന്താ ചെയ്തോണ്ടിരിക്കുകയാണോ? p യുടെ വാല്യൂ ഓക്കെ നോക്കാം. എടാ ഇങ്ങനെ വരും എന്താ, a fraction is equal to another fraction, then that means a by b which is equal to c by d. എന്താ സാറ് പറഞ്ഞിട്ടുള്ളത്? You can multiply the numerator of the first fraction with the denominator of the second. I mean a into d which is equal to എന്ത് ചെയ്യാം, b into c. അല്ലെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ഫ്രാക്ഷൻ is equal to another fraction വരുമ്പോൾ 2p minus 1 into 1, that is 2p minus 1 itself, which is equal to 3 into p minus 1. അല്ലെ, നമ്മൾ എങ്ങനെ ഇടും? 3 into p minus 1. You need to take the 3, നമ്മൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പൊ 3 into p 3p minus 3, ഇവിടെ 2p minus 1 വരും, ഈക്വൽ ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? p യുടെ ടേംസുകളെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് കോൺസ്റ്റന്റ് ടേംസുകളെല്ലാം എവിടെ ഒരു സൈഡിൽ വെക്കാം. അപ്പൊ ഓൾറെഡി ഇവിടെ 2p, ഇവിടെ 3p ഉണ്ട്. സാർ എന്ത് ചെയ്യാടാ മക്കളെ? ഇവിടെ ലാർജർ 3p യുടെ വാല്യൂ ഇവിടെ അല്ല, അപ്പൊ 2p ഇപ്പുറത്ത് എടുക്കുകയാണ്, -2p. ഇനി ഇവിടെ ഓൾറെഡി -1 ഉണ്ട്. -3 സാർ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ +3 എന്നാവും. -1 + 3 that is 2 എന്ന് കിട്ടും. 3p 2p പോയി കഴിഞ്ഞാൽ 1p എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് p യുടെ വാല്യൂ സാർ എന്താ കിട്ടുന്നത്? 2 എന്നാണ് കിട്ടുന്നത് കേട്ടോ. p വാല്യൂ സോൾവ് ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. എവിടെയെങ്കിലും ബേസിക്കലി എവിടെയെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ സാറേ. ആരെങ്കിലും? വിനയ്, വിവേക്, ചോദിക്കും മോനെ. അപ്പോഴും കറക്റ്റ് ആവും. അപ്പോഴും p യുടെ വാല്യൂ 2 കിട്ടും. പറഞ്ഞ നോക്ക് 2p അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടാ. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ വിവേക്. ഈ മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കരുത് നീ. ഓക്കെ, 2p അവിടെ വെച്ചു, 3p ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്, -3p ആവും. ഇനി -3 ഇവിടെ ഉണ്ട്, -1 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +1 ആവും. 2p minus 3b, you are subtracting smaller value from the larger value. അല്ല ആണോ? അല്ല, ലാർജർ വാല്യൂ ഫ്രം ദ സ്മോൾ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ അല്ലേ ഇടണ്ടേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നുണ്ട്, ബട്ട് -1p അല്ലേ വരാം, -p എന്നാണ് വരാം കേട്ടോ. അതേപോലെ ഇവിടെ -2 എന്നാണ് വരാം. മോൻ ആൻസർ -2 എന്ന് വന്നേക്കുന്നത് ഇവിടെ p എന്ന് എഴുതിയതുകൊണ്ടാണ് കേട്ടോ. രണ്ട് സൈഡിലും മൈനസ് വരും, അവർ ക്യാൻസൽ ആവും. p യുടെ വാല്യൂ 2 ആണ്. ഇനി ആരാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ അത് ചെയ്തോളൂ. ആയിഷ ചോദിക്കും മോനെ. A1 by A2 is equal to B1 by B2 is equal to C1 by C2. അതില് infinitely many solutions കിട്ടും. അപ്പൊ A1 by A2 is equal to B1 by B2 എല്ലാം ഈക്വൽ ആയിരിക്കും പറഞ്ഞു. പക്ഷെ നമുക്ക് എങ്ങനെ infinitely many solutions കിട്ടുന്നത്? എന്താ infinitely many solution കിട്ടുന്നതെന്നാ? അതെന്താ ബേസ്? അതെന്താ ഇൻഫിനിറ്റി? ആ കാര്യമൊക്കെ വിട്. ഇൻഫിനിറ്റി മിനി സൊല്യൂഷൻ വെച്ചാൽ എന്താ അർത്ഥം? കുറെ സൊല്യൂഷൻ. എപ്പോഴാ സൊല്യൂഷൻ ഉണ്ടാവാ? രണ്ട് ലൈൻസുകൾ കൂട്ടിമുട്ടുമ്പോ ആണോ? കൂട്ടിമുട്ടുന്ന പോയിന്റുകളെല്ലാം എന്താ അതിന്റെ സൊല്യൂഷൻസാ?
ഇപ്പൊ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ലൈനിന്റെ മുകളിൽ വേറൊരു ലൈനും വന്ന് കിടക്കുന്നു. അപ്പൊ അവിടെ ആക്ച്വലി അവർ കുറെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ ടച്ച് ചെയ്ത് പോയി. അതുകൊണ്ട് അതെല്ലാം അതിന്റെ എന്താണ് സൊല്യൂഷൻസ് ആയി മാറാണ്. അപ്പൊ അതുകൊണ്ട് അതിന് തീരാത്ത സൊല്യൂഷൻസ് ആയി മാറും. ഓക്കെ, ശരിക്കും. ഇനി അതിന്റെ കണ്ടീഷൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം, അതായത് ഇപ്പൊ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ 2x + 3y = 5 എന്ന് പറയുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. ദെൻ സാറ് ഇതേ ലൈനിന് ഒരു 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും, 4x, ഇതെന്താവും 6y, ഇതെന്താവും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആവും. ഇനി ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താ വരാ, 2/4, ഇവിടെ എന്താ 3/6, ഇവിടെ എന്താ വരാ 5/10. ഇതെല്ലാം ഈക്വൽ ആണ്. കാരണം 2/4 1/2 ആണ്, 3/6 1/2 ആണ്, 5/10 1/2 ആണ്. മനസ്സിലായോ? അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ a1/a2 = b1/b2 = c1/c2 എന്ന് പറയാൻ കാരണം, അതേ ലൈനിൽ തന്നെ നമ്മൾ ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വേറൊരു നമ്പർ വരുന്നത് ശരിക്കും. ഓക്കെ, വേറൊരു ഇക്വേഷൻ വരുന്നത്. ആ രണ്ട് ഇക്വേഷൻസും ആക്ച്വലി ബേസിക്കലി എന്ത് തന്നെയാണ്, സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? നെക്സ്റ്റ് റയാൻ. യെസ്, ചോദിക്കും മോനെ. ഇതിലാണോ നമ്മളോട് കെയുടെ വാല്യൂ ചോദിക്കുകയാണ്. അവിടെ നമുക്ക് കെയുടെ വാല്യൂ ഒരൊറ്റ വാല്യൂ ഉള്ളൂ. കാരണം എന്തുകൊണ്ട്, ഒറ്റ വാല്യൂ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല, മേ ബി 2 വാല്യൂസ് ഒക്കെ വന്നേക്കാം. ബട്ട് എനിവേ ഇവിടെ നമുക്ക് ≠ c1/c2 എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് ഇപ്പൊ മോനിപ്പോ ഏതെങ്കിലും എടുത്ത് ≠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടോ? കെയുടെ വാല്യൂ ≠ എന്നല്ലേ കിട്ടാ? ഓക്കെ. ഇനി ഇന്റർസെക്റ്റിംഗ് ലൈൻസിൽ നമുക്ക് k ≠ അവിടെ മാത്രമാണ് k ≠ എന്ന് കിട്ടുള്ളൂ ഇന്റർസെക്റ്റിംഗ് ലൈൻസിന്റെ കേസിൽ. ക്ലിയർ? അവിടെ നമ്മൾ k ≠ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്റർസെക്റ്റിംഗ് ലൈൻസിൽ ഏത് റിയൽ വാല്യൂ വേണമെങ്കിലും kക്ക് കൊടുക്കാം, ഒരു വാല്യൂ ഒഴിച്ച്. അങ്ങനെയാണ് അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസിൽ മാത്രമാണ് അങ്ങനെ. ബാക്കിയുള്ള പാരലൽ ലൈൻസിലായിക്കോട്ടെ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനിലായിക്കോട്ടെ നമുക്ക് കുറേ k വാല്യൂസ് ഉണ്ടാവില്ല. ക്ലിയർ ആണോ സാർ പറയുന്നത്? എവിടെ മാത്രമാണ് കുറേ k വാല്യൂസ് വരാ? എവിടെയാണ്? ഇന്റർസെക്റ്റിംഗിൽ മാത്രം, അതായത് യൂണിക് സൊല്യൂഷനിൽ മാത്രം കേട്ടോ. ബാക്കിയുള്ളവരിൽ kക്ക് കുറേ വാല്യൂ ഉണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ 2 വാല്യൂ മാക്സിമം. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താ ഇത് എടുക്കണ്ട, ഇത് ≠ അല്ലേ, അപ്പൊ കെയുടെ വാല്യൂ കിട്ടില്ലല്ലോ. കെയുടെ വാല്യൂ കിട്ടാൻ = ഉള്ളതല്ലേ എടുക്കുക കേട്ടോ. അതാണ് കേട്ടോ, മറക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സാറ്. അപ്പൊ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറേ പേര്. റാൻഡംലി ഒരാളെ പിക്ക് ചെയ്തോ സാറേ. ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മക്കൾ എന്താ? യെസ്, നിയ എലിസബത്ത്. അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഹലോ നിയ. നിയ ഹലോ. ഓഡിബിൾ അല്ലല്ലോ. എന്താണ് നിയ ഇപ്പോഴും മൈക്കൊന്നും പ്രോപ്പർ ആയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് നിയനെ നിയ വേറെ നിയനെ വിളിക്കാൻ. നിയ ഷിബു. ഹായ്, ഹലോ. നിങ്ങൾ കറക്റ്റ് ഒരേപോലെ വന്നേക്കാണോ? കേൾക്കുന്നില്ലല്ലോ. 2 നിയന്മാരെയും സാറിന് ഓഡിബിൾ അല്ല. അദ്വൈത ഹലോ. ഗുഡ് ഈവനിങ് അദ്വൈത. പറയ്, ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താ? അതെ. വെരി ഗുഡ്. എല്ലാ റേഷ്യോസും എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും അല്ലെ. അദ്വൈത പറഞ്ഞ a1/a2. ഇവിടെ a1 ആരാ? ടു 2a. വെരി ഗുഡ്. ഈക്വൽ ടു ഇവിടെ b1 3 a + b. ഓക്കെ, c1 ഓക്കെ 28. യെസ്, വെരി ഗുഡ്. അപ്പൊ മക്കളെ ഒന്നില്ലടാ, നമുക്ക് ഇവിടെ ആദ്യം എഴുതി വെക്കാം. ദാറ്റ് ഈസ് സിൻസ് ദ പെയർ ഓഫ് ഇക്വേഷൻസ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ദാറ്റ് മീൻസ് എന്താണ്? കോയിൻസിഡന്റ് ലൈൻസ് ആണല്ലോ. അപ്പൊ അവരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1/a2 = b1/b2 = c1/c2 ആണ്. അപ്പോ നമുക്ക് എല്ലാ വാല്യൂസും സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യേണ്ട അവസ്ഥയിലൊക്കെയാണ് കിടക്കുന്നുണ്ടെന്ന്. കറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണോണ്ട് എപ്പോഴും. അതായത് ഒന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, അത് റീഅറേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം a1ഉം a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സുകളുടെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, ഇവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് x മാറ്റി നിർത്തിയിട്ട് ബാക്കി 2a.
2a. then b1 b2 y യുടെ കോഎഫിഷ്യന്റ് ആണ്, അതെടുത്ത് എഴുതി. c1 c2 കോൺസ്റ്റന്റ് ടേംസ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് we need to find the values of a and b. നേരത്തെയൊക്കെ നമുക്ക് ഒരൊറ്റ വാല്യൂ ഉണ്ടായുള്ളൂ, that is p അല്ലെങ്കിൽ k സംതിങ്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് എന്താ, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എനി ഐഡിയ പറയും നിങ്ങൾ ഐഡിയ കേൾക്കട്ടെ സാർ, നോക്കട്ടെ. നിങ്ങൾ എക്സാമിന് വന്നു, നിങ്ങൾ എങ്ങനെ ചെയ്യും? യെസ്, ജോയൽ പറയും മോനെ, എന്താണ് മോനുള്ള ഐഡിയ പറയും കേൾക്കട്ടെ. ഇതല്ലേ, ഓക്കെ ഓക്കെ, ശരി ശരി, അതോക്കെ. ഇനി പിന്നെ 3/8 + b അത് സെയിം ആയിട്ട് എടുക്കും. പിന്നെ 7/28 1/4 ആക്കും. അത് a കണ്ടുപിടിക്കാൻ ഞാൻ എന്താ 1/a = 1/4 എടുക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അത് a/4 എടുക്കും. Wow, very good, very good. Yes, മക്കളെ, അപ്പോ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 1/a ആക്കാൻ പറ്റുന്നുണ്ട് അവിടെ. അതേപോലെ 7 28ഉം ക്യാൻസൽ ചെയ്ത് 1/4 ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയട്ടെ, actually there are 3 possibilities. We can equate 3 ways, that is 1/a can be equal to 3/a + b. അതേപോലെ 3/a + b, other എന്താ 3/a + b is equal to 1/4. and other one നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റും ലാസ്റ്റും 1/a is equal to 1/4 ആവാം. ശരിയാണെങ്കിൽ നല്ലൊരു ഹൈ കാണിച്ച സാറിന് ഇവരൊക്കെ ഈക്വൽ ആയിക്കൂടെ? യെസ്, അതിൽ നമുക്ക് പെട്ടെന്ന് സഡൻലി നമുക്ക് എയുടെ വാല്യൂ കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടില്ല, കാരണം അവിടെ എയും ബിയും അൺനോൺ വാല്യൂസ് ആണ്. അപ്പൊ അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയും a + b ഉണ്ട്, ദാറ്റ് മേക്ക് സെൻസ്. അവിടെയും നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഐ മീൻ ഫസ്റ്റും ലാസ്റ്റും ഇക്വേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1/a is equal to 1/4. അങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇതിപ്പം നമുക്ക് സാറ് പറഞ്ഞല്ലോ, ഒരു ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു അനദർ ഫ്രാക്ഷൻ വരുമ്പോൾ ഇത് 1 × 4 that is 4 which is equal to a × 1 that is a. that means a = 4. otherwise ഒന്നില്ല, ന്യൂമറേറ്റർ സെയിം ആ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. that makes sense, a = 4. അപ്പോൾ a യുടെ 4 വാല്യൂ ഇട്ടു. ഇനി നിങ്ങൾ ഏതെങ്കിലും എടുത്താൽ മതി, ഒന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ്, അതർവൈസ് യു ക്യാൻ ടേക്ക് ദിസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് b. കാരണം ഇത് ഇക്വേറ്റ് ചെയ്താലും ഇതിൽ എയുടെ വാല്യൂ എന്താ 4 കൊടുത്തു കഴിഞ്ഞാലും മക്കൾക്ക് ബിയുടെ വാല്യൂ കിട്ടും. അതേ ബി വാല്യൂ മക്കൾ ഇവിടെ ചെയ്താലും കിട്ടും കേട്ടോ. ഏത് വേണേലും ഇക്വേറ്റ് ചെയ്ത് ചെയ്തോ, വേഗാവട്ടെ സോൾവ് ചെയ്തോ, ഏത് ഇക്വേറ്റ് ചെയ്ത് ചെയ്താലും നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ഇപ്പൊ സാർ ഇതേ 1/a is equal to 3/a + b എന്നെടുക്കാണ്. ബിയുടെ വാല്യൂ കിട്ടിയോ? ബിയുടെ വാല്യൂ കിട്ടിയോ? അപ്പൊ എയുടെ വാല്യൂ 4 ആണ്. അപ്പൊ ഇവിടെ കൊടുക്കാണ് സാറ് 1/4 is equal to 3/a പ്ലേസിലൊക്കെ 4 കൊടുക്കാണ്, 4 + b. അപ്പൊ ഒരു ഫ്രാക്ഷൻ വേറൊരു ഫ്രാക്ഷനോട് ഈക്വൽ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 4 + b that is 4 + b which is equal to 3 × 4 that is 12. അപ്പൊ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 + 4 റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ -4 that is എന്താണ് 12 - 4 8 എന്ന് കിട്ടുന്നു. എടാ സെറ്റ് ആണോ? യെസ്, കുറെ പേര് 8 എന്ന് അയച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ബിയുടെ വാല്യൂ 8 ആണ്, എയുടെ വാല്യൂ 4 ആണ്. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ. സാർ ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇത് സാറ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. സ്വയമായിട്ട് ചെയ്യാൻ ഉണ്ടായുള്ളൂ, പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലെ. എത്ര പേര് ചെയ്തു? വെരി ഗുഡ്, അടിപൊളി കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡലാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യുന്ന സാറിന് ഇപ്പോൾ ഒരു കോൺഫിഡന്റ് ആയിട്ടുണ്ട്. കാരണം പക്ഷെ ഒരു കാര്യം ആലോചിച്ചിരിക്കണം, മേ ബി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. നേരത്തെ സാർ എന്താ ചെയ്തേ? നോ സൊല്യൂഷൻ ആണ് ചെയ്തത്. നോ സൊല്യൂഷന് പകരം എന്ത് ചോദിച്ചേക്കാം? മേ ബി പറയാൻ പറ്റും ആരെങ്കിലും? നോ സൊല്യൂഷന് പകരം എന്ത് ചോദിച്ചേക്കാം? മേ ബി എക്സാമിന് അതേ ക്വസ്റ്റ്യൻ തന്നെ ഒരാളെ പിക്ക് ചെയ്തേ. നോ സൊല്യൂഷന് പകരം എന്തായിരിക്കും ചിലപ്പോൾ ചോദിക്കുക എക്സാമിന്? ജുവൽ പറഞ്ഞ മോനെ, നോ സൊല്യൂഷന് പകരം എന്തായിരിക്കും ചോദിക്കാം? മേ ബി സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലല്ല ഇൻഫിനിറ്റ് അതല്ല സാർ ഉദ്ദേശിച്ചത്. ആ നോ സൊല്യൂഷൻ തന്നെ ചോദിക്കുന്നതിന് പകരം ആ വേർഡ് മാറ്റി എന്ത് ചോദിക്കാം? നോ ആലോചിക്കുന്നില്ല. നോ സൊല്യൂഷൻ ആരുടെ ആണെന്ന് ആലോചിക്കടാ. അദ്വൈതിനെ പിക്ക് ചെയ്തേ. അദ്വൈത് പറഞ്ഞ മോനെ. ഗുഡ്.
inconsistent. Very good. Maybe parallel ചോദിക്കാം. Parallel directly അറിയുന്ന ഒരു വേർഡ് ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ് മക്കൾ. എന്ത് ചോദിച്ചേക്കാടാ? ഇൻകൺസിസ്റ്റന്റ് എന്ന് ചോദിച്ചേക്കാടാ. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൈൻസിന് മാത്രമുള്ളതാണ്. പാരലൈൻസ് നോ സൊല്യൂഷൻ വരുമ്പോഴാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്താ ഡിപ്പെൻഡന്റ് ലൈൻസ്? എനിബഡി? അല്ല, ഇതൊക്കെ ചോദിക്കാമേ, അതുകൊണ്ടാണ് സാറ് ചോദിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ, നിങ്ങൾ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഡിപ്പെൻഡന്റ് ലൈൻസ് എന്ന് പറയുന്നത് ഏത് ലൈൻസിനെയാ? യെസ്, കുറച്ച് പേര് ആയാണിക്കുന്നുള്ളൂ കേട്ടോ. അഫ്രിൻ പറയോ മോനോ, ഡിപ്പെൻഡന്റ് ലൈൻസ് ഏത് ലൈൻസിനാ? കോയിൻസിഡന്റ് ലൈൻസ് ആണ് കേട്ടോ. വെരി ഗുഡ്, കോയിൻസിഡന്റ് ലൈൻസ് ആണ്. ഓക്കെ, കോയിൻസിഡന്റ് ലൈൻസിനെ തന്നെയാണ് ഡിപ്പെൻഡന്റ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അത് ഇൻഫിനിറ്റ്ലി മിനി സൊല്യൂഷനോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് പെയർ ഓഫ് ലൈൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ വേഗം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 5 minutes. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഇത് തരും, ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. എടാ, ഇത് ടൈപ്പ് 2 നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ സോൾവ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ലീനിയർ ഇക്വേഷൻസ് നമുക്ക് അറിയാം. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മക്കൾക്കറിയാം, അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എലിമിനേഷൻ ആയിക്കോട്ടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. കാരണം എന്തുകൊണ്ടാണ്? കുറച്ച് ലാർജർ നമ്പേഴ്സ് ആണ്. ഇത് പിന്നെയും പോട്ടെ, ഇതിനേക്കാൾ വലിയ നമ്പേഴ്സ് ഒക്കെ വെച്ച് നമുക്ക് ചോദിക്കും. പക്ഷേ ഈ ക്വസ്റ്റിനെ സാറ് ടൈപ്പ് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാറ്റഗറൈസ് ചെയ്യാം. കാരണം ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത മനസ്സിലാക്കിയ ഒരു സാർ ഒന്ന് പറഞ്ഞു തന്നെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ പ്രത്യേകത? എന്താണ് നിങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? യെസ്, ആരാണ്? ഫാറ്റിൻ പറഞ്ഞു മോനെ. ഹായ് 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 ഫാറ്റിൻ. ഗുഡ് ഈവനിങ് ഫാറ്റിൻ, പറയടാ. ഇതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് കിടക്കുകയാണ് അല്ലെ? യെസ്, വെരി ഗുഡ്. യെസ്, എക്സ്ചേഞ്ച്. അതായത് എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ ഫസ്റ്റ് ഇക്വേഷനിൽ, അത് നേരെ വൈയുടെ കോയിഫിഷ്യന്റ് ആയി. നോട്ട് ചെയ്തോ? നോട്ടീസ് ചെയ്തെങ്കിൽ ഒന്ന് ഹായ് കാണിച്ചേ. യെസ്, അതേപോലെ വൈയുടെ കോയിഫിഷ്യന്റ് എന്താണോ സെക്കൻഡ് ഇക്വേഷനിൽ, അത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആയി. ദാറ്റ് മീൻസ് ദ കോയിഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഗോട്ട് ഇന്റർചേഞ്ച് റീച്ചഡ്. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കിടക്കുമ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ, ഇതേ ക്വസ്റ്റ്യൻ വളരെ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാണ്ടാവും. ഐ മീൻ ലൈക്ക് 101 എക്സ് പ്ലസ് എന്താ ഒരു 19y is equal to 230, then എന്താ 19x plus 10. അപ്പൊ ഇതും ചെറുതാണ്, ഞാൻ പറയാണ് സാർ കേട്ടോ. എത്ര വലുതായാലും ചോദിച്ചോട്ടെ, ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിലാണ് മക്കള് ഒരു ഇക്വേഷൻ ചോദിച്ചതെങ്കിൽ നമ്മൾ അതിനൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണോട്ടെ, സാറ് പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻ 1 ഇതറിയാം, മക്കൾക്ക് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ, അതുകൊണ്ട് അറിയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അറിയാത്തവർ ശ്രദ്ധിക്കാം. ആ 2 ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യൂടാ? ആഡ് ചെയ്യും. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 രണ്ടും ആഡ് ചെയ്യും. അപ്പൊ ഈ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഈ 62 പ്ലസ് 43 എത്രയാ വരുന്നത്? 62 പ്ലസ് 43, 60 പ്ലസ് 40 100, 3 into അല്ലേ? അപ്പൊ 105x പ്ലസ് ഇനി ഇതേപോലെ 43 പ്ലസ് 62 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എത്രയാണ് മക്കളെ വരുന്നത്? ദാറ്റ് ഈസ് 105y എന്നാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 167 പ്ലസ് 148 എത്രയാ വരുന്നത്? 350 6ഉം 40ഉം 315 വരുന്ന ഒന്ന്. ഓക്കെ, യെസ്. മക്കളെ, അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ എന്താ സംഭവിച്ചേ? എപ്പോഴും നിങ്ങൾക്ക് കോമൺ എടുക്കാൻ ഒരാളെ കിട്ടും. ഓക്കെ ആണെങ്കിൽ ഒന്ന് ആയി കാണിച്ചേ. ഓക്കെ ആണ്, എപ്പോഴും കിട്ടും കേട്ടോ. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ there will be a common coefficient for x and y. എക്സിനും വൈക്കും ഒരു കോമൺ കോഎഫിഷ്യന്റ് ഉണ്ട്. You can take that outside ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ that is here x plus y which is equal to എന്താണ്? 315 ആവും. x plus y which is equal to 315 ആവും. Then you can divide that 315 by 105 അല്ലെ? അപ്പൊ x plus y is equal to എന്താണ്? 315 divided by 105 എന്ന് കിട്ടാണ് കേട്ടോ. 105 into 5 ആണ് 315. So I can write x plus y is equal to 5. This is the new equation. Then I can took it as 3 because already sir equation 1ഉം 2ഉം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ equation 1ഉം 2ഉം ആഡ് അപ്പ് ചെയ്തപ്പോൾ സാറിന് ഒരു ചെറിയ ഇക്വേഷൻ കിട്ടി. That is equation 3. ഇതേപോലെ equation 1ഉം 2ഉം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണ്ട, ഇപ്പൊ തന്നെ കഴിയല്ലേ? യെസ്, ഇക്വേഷൻ 1ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഇക്വേഷൻ കിട്ടും. ചെയ്തു വരുമോ? എന്നാ ഹോംവർക്ക് ആയിട്ട് ചെയ്യോ?
ചെയ്യണോ സാറ് ചെയ്യണോ? ഇക്വേഷൻ 1 - 2 കിട്ടിയോ ആരെങ്കിലും? ഇതിങ്ങനെ ഇതേപോലെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ആയിരിക്കും ഇതേപോലെ. അവർ രണ്ടുപേരും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കിട്ടും കേട്ടോ. എക്സിന്റെയും 2 വൈയുടെ വാല്യൂ 1 ഒക്കെ എഴുതുന്നുണ്ട് സാർ. 3 അല്ലേ? എവിടെ 3? അയ്യോ സോറി 3 വെരി ഗുഡ് ഒബ്സർവേഷൻ. 3 105 × 3 ആണ് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാ? ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. എന്നാലും ഇനി ടൈം ആയിട്ടുണ്ട്. സാർ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. എന്താ ചെയ്യണമെന്ന് മനസ്സിലായി? ഒന്നായി കാണിച്ചേ. എന്താ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ? അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി സാർ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.